ഒരു കൃഷിയോട് നമ്മൾ കൂടുതലായിട്ട് അടുത്ത് കഴിഞ്ഞാൽ ആ കൃഷി നമ്മളോട് കൂടുതലായിട്ട് അടുത്തുകൊണ്ടിരിക്കും. അതിൻ്റെ ഉദാഹരണം, നമ്മൾ എങ്ങനെ നട്ടാലും ആ കൃഷി നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വളർന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതാണ് നമ്മളതുകൊണ്ട് കാണിക്കുന്നത്. നമ്മൾ എങ്ങനെ ഏത് രീതിയിൽ കുരുമുളക് നട്ട് കഴിഞ്ഞാലും അത് നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് അത് വളർന്നു വരുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നമ്മളിവിടെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ 2-3 ആഴ്ചൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്തൊരു കാര്യമാണ് നമ്മളിവിടെ കാണിക്കുന്നത്. നമ്മളൊരാഴ്ച മുമ്പേ കാണിച്ചിരുന്നു. ഇതുപോലെ നമ്മൾ കുറേ കുറ്റിക്കുരുമുളക് വെച്ചിരുന്നു. അടുത്തടുത്തായിട്ട് ഇതൊക്കെ നമ്മൾ കുറ്റിക്കുരുമുളക് നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ഇതേപോലെ നമ്മളിവിടെയൊക്കെ വെച്ചിരുന്നു. അപ്പോൾ അതിൽ ഈ കുറ്റിക്കുരുമുളക് ഇവിടെ വെച്ചത് നമ്മൾ ഒഴിവാക്കേണ്ടി വന്നു. അപ്പോൾ അത് നമ്മൾ പറിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് വെച്ച്, കാരണം ഇവിടെ കാടും പന്തയായിട്ട് അത് വളരുന്നില്ലേനും പിന്നെ നമുക്ക് ഇത് ഡ്രാഗൺ ഫ്രൂട്ട് നടും വേണം എന്ന് കരുതിയിട്ട് നമ്മൾ ഇതിൽ പറിച്ചിട്ട് മറ്റൊരിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. അത് നമ്മൾ കാണിച്ചു തരാം. ഇതാണത്. അത് നമ്മൾ പറിച്ചപ്പോൾ അതിൻ്റെ വേരൊക്കെ പരിപൂർണമായിട്ടും പൊട്ടിയിരുന്നു. എന്നാലും ഇത് പിടിക്കുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അത് നന്നായിട്ട് പിടിച്ച് എന്നല്ല, എല്ലായിടത്തും തിരിയും വന്നു. അപ്പോൾ ഇതിങ്ങനെയുള്ളതൊന്നും അത്ര പെട്ടെന്നൊന്നും പിടിക്കൂല, വേര് പൊട്ടിക്കഴിഞ്ഞാൽ. കാരണം മൂത്ത വേരല്ലേ. അപ്പോൾ അതാ പറഞ്ഞത്, നമ്മളൊരു കൃഷിയോട് അടുത്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ രീതിയിലൊക്കെ നമ്മളോട് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ കുരുമുളകിനോടാണ് കൂടുതലായിട്ട് നമ്മൾ അടുപ്പം ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് അതേപോലെ തിരിച്ചു തരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ നടുന്ന രീതിയൊക്കെ നമ്മൾ കാണിച്ചു തരാം. നമ്മൾ ഈ തോട്ടത്തിൽ എങ്ങനെയാണ് നട്ടത് എന്നുള്ളതൊക്കെയാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്ന് കരുതി നമ്മൾ വിൽപ്പന നടത്തുന്നത് ഇതേപോലത്തെ തൈയല്ല. അത് നല്ല രീതിയിൽ മുളച്ച് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ അത് വിൽപ്പന നടത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എങ്ങനെയാണ് നമ്മളെ കഴുങ്ങിലും മറ്റുമൊക്കെ ഇതേ രീതിയിൽ കുരുമുളക് വളർത്തി ഉണ്ടാക്കിയത് എന്നതാണ് നമ്മളിന്നിവിടെ വീഡിയോയിൽ കാണിക്കുന്നത്. ഏത് രീതിയിലാണ് നമ്മൾ തൈകളൊക്കെ നട്ടത് എന്നൊക്കെ. അപ്പോൾ അത് ഈ വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞുതരും. നമ്മളെ വീട്ടിലൊക്കെ വള്ളി ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ നട്ടാൽ പോരാ, നമ്മളതിൻ്റെ രീതിയിൽ അതിൻ്റെ പിന്നാലെ നടന്ന് അതിൻ്റെ പരിചരണവും ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ അതിനെ പരിചരിക്കുമ്പോൾ അത് നമ്മളെ പരിഗണിക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ നടുന്നതെന്ന് നമുക്കൊന്ന് കാണാം. വീട്ടിലൊക്കെ ഇതേപോലെയൊക്കെ കുരുമുളക് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ വള്ളി ഇങ്ങനെ പടർന്നു വരുന്നുണ്ടാവും. കണ്ണി കുത്തിയിട്ട് കയറിപ്പോകേണ്ട തലയാണ് അതൊക്കെ. അപ്പോൾ ഇത് നമ്മൾ പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ഡയറക്റ്റായിട്ട് നടുക എന്നുള്ളതാണ് നമ്മളിന്നോട് കാണിക്കുന്നത്. മുമ്പേ കാണിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ കാണാത്തവർക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മളതൊന്നും കൂടി കാണിക്കണം. നമ്മളിത് ഇതിൻ്റെ മുകളിലേക്ക് വെട്ടാൻ പറ്റില്ല ഇങ്ങോട്ട്, കാരണം ഇവിടെയൊക്കെ കണ്ണി കുത്തിയിട്ട് തിരികളുണ്ട്, കണ്ടില്ലേ, നിറയെ തിരികളാണ്. അപ്പോൾ നമ്മളത് നഷ്ടപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇത്രയും മതി, ഇവിടെ വെട്ടിയെടുത്താൽ മതി. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറച്ച് കഴുങ്ങിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെച്ചതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ആ കഴുങ്ങിലേക്കാണ് നമ്മളിത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ വള്ളിയൊക്കെ വെച്ചതായിരുന്നു. പക്ഷേ ഇത് ഉണങ്ങിപ്പോയി. അപ്പോൾ വീണ്ടും നമ്മൾ വെക്കുകയാണ്. ഇങ്ങനെ വെച്ചിട്ട് മണ്ണോട്ട് കൊടുത്താൽ മതി. ചെറുതായിട്ടൊന്ന് പിടിച്ച് കെട്ടുക. അപ്പോൾ ഇങ്ങനെയാണ് കണ്ണി പിടിച്ച് കഴിഞ്ഞാൽ കീറുതല നമ്മൾ കെട്ടിക്കൊടുക്കല്. അപ്പോൾ ഇതിങ്ങനെ വെച്ചതിന് ശേഷം ചെറിയൊരു കെയറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ വെച്ച് കൊടുത്ത് ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ അത് വാട്ടൊന്നുമില്ലാതെ നല്ല രീതിയിൽ നിന്നോളും. അപ്പോൾ ഇത് പിടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വളർച്ചയൊക്കെ അടുത്ത വർഷം അല്ലെങ്കിൽ ഈ വർഷം ലാസ്റ്റൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇങ്ങനെയുള്ള വിൽപ്പനക്ക് ഒരു കാണാൻ ഭംഗിയൊന്നുമില്ലാത്ത ചേലില്ലാത്തൊരു കീറുതലകളാണ് നമ്മളെ പറമ്പിലൊക്കെ വെച്ചിട്ട് ഇപ്പോൾ 1-2 വർഷമായിട്ട് നമ്മൾ പല വീഡിയോയിലായിട്ട് കാണിച്ചത്. അപ്പോൾ ഇത് ഭംഗിയൊന്നും വേണമെന്നില്ല. പിന്നെ വാങ്ങുന്നവർക്കത് അതിൻ്റേതായിട്ടുള്ള ഭംഗിയൊക്കെ വേണ്ടി വരും. നമുക്കിതിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വളരുമ്പോഴാണ് അതിൻ്റെ ഭംഗിയൊക്കെ കാണാം. അപ്പോൾ ഈ മറയൊക്കെ ഒരാഴ്ച മതി. ഒരാഴ്ച കഴിഞ്ഞാൽ എടുത്തിടാം.
അപ്പോൾ 1-2 ആഴ്ച കഴിഞ്ഞാൽ നമ്മളിത് പൊടിച്ച് കഴിഞ്ഞാൽ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ 1-2 ആഴ്ച ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ അപ്ഡേഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ കുരുമുളക് ഒക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ടാവും, എന്നാലും വള്ളിക്ക് ഒരു കുഴപ്പം പറ്റില്ല. കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഏത് വള്ളിയും പിടിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് ഉണ്ടായത് തന്നെയാണ് നമ്മളീ കാണുന്ന വള്ളികളൊക്കെ. ഇങ്ങനെയുള്ള വള്ളികളൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്തുണ്ടാക്കിയത് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരു പട്ട വീണിട്ട് ഒടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ എന്നും വന്ന് ഇതിനെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ ഇതാണ്. കണ്ടില്ലേ, നമ്മൾ നല്ലൊരു കാലാണത്. അപ്പോൾ ഇതിന് പിടിച്ച് കെട്ടി കൊടുക്കണം. അപ്പോൾ നമ്മളത് ഇവിടെ വെച്ച് കെട്ടി കൊടുത്തിട്ടുണ്ട്. കുരുമുളക് വള്ളിയുടെ പ്രത്യേകത ഇവിടെയാണ് ഇപ്പോൾ ഒടിഞ്ഞത്. ഇത് കണ്ടില്ലേ. അപ്പോൾ ഓരോ ഒടിവിനും മുറിവിനൊന്നും കുരുമുളക് വള്ളി കേട് വരില്ല. നമ്മളത് ശ്രദ്ധിച്ചിട്ട് കെട്ടി വെച്ച് കൊടുത്താൽ മതി. അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ കുരുമുളക് വള്ളിക്ക് തന്നെ അറിയാം. അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത. ചെറിയൊരു തുമ്പിൽ നിന്നിട്ട് തന്നെ അത് നന്നായിട്ട് വളരും. അപ്പോൾ ഒടിഞ്ഞ് മുറിഞ്ഞ് എന്ന് കരുതിയിട്ട് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ പെട്ടെന്ന് കണ്ടിട്ട് അതിൻ്റെ രീതിയിലൊന്ന് കെയർ ചെയ്ത് കെട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള. എല്ലാവരും നമ്മളെ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. കുരുമുളക് വള്ളി ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാനും മറക്കല്ല. ഓക്കെ, ബൈ ബൈ, നന്ദി, നമസ്കാരം.